ഞാനിവിടെ കൊടുത്ത ജോബ് കാർഡ് 84 ആയിരുന്നു. 84-ൽ ഞാൻ റിട്ടേൺ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. 84 ഇവിടെയുണ്ട്. ഓക്കെ കൊടുത്തു. ഇതിൽ പാർട്സ് ഡീറ്റെയിൽസ് സോറി കേട്ടോ, 87 ആണ് ജോബ് കാർഡ് നമ്പർ. 87 ആയിരുന്നു. ഈ 87 ജോബ് കാർഡിൽ വന്നു. നമ്മൾ ഇത് റിട്ടേൺ എടുക്കാനുള്ള സ്ക്രീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. ഇവിടെ റെഡ് കാണിച്ചിട്ടുണ്ട്, വാല്യൂ ഈസ് റിട്ടേൺ ഫീൽഡ് ഇസ് നോട്ട് വാല്യൂ. നിങ്ങൾ ഒരു 5 ഐറ്റം ഉണ്ട്. ഈ 5 ഐറ്റത്തിൽ ഒരു ഐറ്റം റിട്ടേൺ എടുത്താൽ മതിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏത് ഐറ്റമാണോ, ഇതെല്ലാം റെഡ് ആയിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരും, അതിൽ ഏതാണോ റിട്ടേൺ കൊടുക്കുന്നത് അത് മാത്രം ടിക്ക് കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് മാത്രം റെഡ് മാറും. ഈ റെഡ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡ് ആയിട്ടിരിക്കുന്നു. നമുക്ക് റിട്ടേൺ എടുക്കേണ്ട ഐറ്റം മാത്രം ഇവിടെ ഈ ടിക്ക് കൊടുത്താൽ മതി, അതിൻ്റെ റെഡ് മാറും. ബാക്കിയുള്ളത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ഇൻവാലിഡ് റോസ് കൊടുത്ത് ഇവിടുന്ന് റിമൂവ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഈസ് റിട്ടേൺ ടിക്ക് കൊടുക്കുന്ന എല്ലാ ഐറ്റവും റിട്ടേൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 5 ഐറ്റം ഉണ്ട്, അതിൽ ഒരെണ്ണം ടിക്ക് റിട്ടേൺ വന്നാൽ മതിയെങ്കിൽ അത് മാത്രം ഈസ് റിട്ടേൺ ടിക്ക് ചെയ്യുക. ബാക്കിയല്ല ഇൻവാലിഡ് റോസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻവാലിഡ് റോസ് ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ജോബ് കാർഡിൽ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾ ഇവിടുന്ന് പോകും. ഏതാണോ റിട്ടേൺ ഉള്ളത് അത് മാത്രം ഇവിടെ നിൽക്കും. ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് റിട്ടേൺ ആവും. അപ്പം നിങ്ങൾ റിട്ടേൺ എങ്ങനെയാണെന്ന് ചെയ്യണം. മിക്കവാറും പേര് വേറെ മെത്തേഡൊക്കെ ചിന്തിച്ച് വന്ന് ഇവിടെ തെറ്റിക്കുന്നുണ്ട്. ചിലർ ഒരു ഐറ്റം റിട്ടേൺ എടുക്കുന്നതിന് പകരം എല്ലാ ഐറ്റവും ഈ റിട്ടേൺ ടിക്ക് ചെയ്ത് എല്ലാ റിട്ടേൺ എടുക്കുന്ന ഒരു പണി കണ്ടിട്ട് ഏത് ഐറ്റം റിട്ടേൺ ചെയ്യേണ്ടത് അത് മാത്രം ഈ റിട്ടേൺ കൊടുക്കുക, അതിൽ സേവ് ചെയ്യുക. പറ്റുമെങ്കിൽ റിമാർക്ക് കൊടുത്തേക്ക് എന്തുകൊണ്ട് റിട്ടേൺ ആയി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റീഗോൾ പാർട്സ് റിട്ടേൺ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ റിട്ടേൺ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് സ്ക്രീനിലേക്ക് പോകുന്നത് സർവീസിൽ ലേബറാണ്. നമ്മളൊരു ലേബർ പറഞ്ഞായിരുന്നു, വീൽ അലൈൻമെന്റ് ആണെന്ന് തോന്നുന്നു, വീൽ ബാലൻസിങ് ആണെന്ന് തോന്നുന്നു. അതിലേക്ക് ലേബർ പെർഫോമൻസിലേക്ക് പോവുകയാണ്. ഇവിടെ ലേബർ നമ്മൾ റീ എസ്റ്റിമേഷനിൽ ഇന്നലെ പറഞ്ഞിരുന്ന ലേബർ ഇവിടെയുണ്ട്. ആ ലേബർ ഞാൻ ഇവിടെ റെഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മൗസ് അതിൻ്റെ ടോപ്പിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ കാണിക്കും ടെക്നീഷ്യൻ ആരാണെന്ന് പറയണം. ആ ടെക്നീഷ്യൻ ആരാണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് പോയുള്ളൂ. ഇവിടെ മുമ്പ് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഇവിടെ റൈറ്റ് മോസ്റ്റ് സൈഡിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ ഡ്രോപ്പ് ഡൗൺ കിട്ടും. ഇല്ലെങ്കിൽ അതിൽ എളുപ്പം വലിയൊരു ലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത് വെച്ചാൽ അവിടെ ആദ്യത്തെ 2 അക്ഷരം ടൈപ്പ് ചെയ്യാമെങ്കിൽ ആ പേര് അല്ലെങ്കിൽ ആ പറഞ്ഞ് ടൈപ്പ് ചെയ്തതിനനുസരിച്ച് ഇത് ഷ്രിങ്കായി വരും. നമുക്ക് വേണ്ടത് ഏതാണെന്ന് ആദ്യം നിന്ന് എടുക്കാം. കിരൺ കുമാർ ഞാൻ എടുത്തു. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ലേബർ പെർഫോംഡ് വർക്കായി. ഇനി ഇതുപോലെ തന്നെ ലേബർ പെർഫോംഡ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. ഹലോ ആരായിരുന്നു? എടാ ഞാൻ തിരക്കില്ല, നീ 1 മണിക്ക് ശേഷം വിളിക്കാം. ഞാൻ ഒരു സൂം മീറ്റിംഗില്ല കേട്ടോ. ലേബർ പെർഫോംഡ് ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. TVM ആയിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാഞ്ച് ഇതുപോലെ ടാഗ്ഡ് ആയിരിക്കും. ഇതുപോലെ ഞാൻ സെലക്ട് ചെയ്യേണ്ട വരികയല്ല. അപ്പം നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ചെയ്യേണ്ട, ഇതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ചിന്തിക്കണ്ട. ലേബർ ഡീറ്റെയിൽസിൽ ഇതുപോലെ തന്നെ ഞാൻ മുമ്പേ കാണിച്ചു തന്ന പോലെ തന്നെ ഈസ് റിട്ടേൺ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത്
റിട്ടേൺ എടുക്കുക. ഇവിടെ സേവ് ചെയ്ത റിട്ടേൺ ആവും. മുമ്പ് പറഞ്ഞ പോലെ വളരെയധികം ലേബർ ഉണ്ടെങ്കിൽ ഏത് ലേബറാണോ റിട്ടേൺ എടുക്കാനുള്ളത് അത് മാത്രം ഈസ് റിട്ടേൺ ടിക്ക് ചെയ്യുക. ബാക്കിയുള്ളത് റിട്ടേൺ വേണ്ട ജോബ് കാർഡിൽ കണ്ടിന്യൂ ചെയ്യേണ്ട ലേബറുകളെല്ലാം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇത് കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസലേഷൻ ആയിക്കോളും. അപ്പോൾ ഇനി ലേബർ പെർഫോം കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ജോബുകളും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ക്വാളിറ്റി അഷുറൻസിന്റെ ലെവലാണ് ഫൈനൽ ഇൻസ്പെക്ഷൻ. നമ്മൾ ഫൈനൽ ഇൻസ്പെക്ഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത മാറ്റർ. ശരിക്കും ഫൈനൽ ഇൻസ്പെക്ഷൻ ഒരു സ്റ്റേജ് ആണ്. ERP-യിൽ അത് ഏതെങ്കിലും ഒരു സ്റ്റേജിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. വർക്ക് അലോക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ഇൻസ്പെക്ഷൻ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്നാൽ നോർമൽ മെത്തേഡിൽ ഇതൊരു ക്വാളിറ്റി ചെക്കാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ജോബ് കാർഡ് ക്ലോഷറിന് മുമ്പ് ആയിരിക്കും ഇത് ക്ലോസ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ ഫൈനൽ ഇൻസ്പെക്ഷൻ പെൻഡിങ് ആണ്. ഇതൊരു സേവ് മാത്രമാണ്. നമ്മുടെ ഏത് സ്റ്റേജിലാണ് വെഹിക്കിൾ എന്നുള്ളത് അറിയാനായിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഫൈനൽ ഇൻസ്പെക്ഷൻ ക്വാളിറ്റി അഷ്വർ ചെയ്യാനാണ്. ഫൈനൽ ഇൻസ്പെക്ഷൻ പാസ്സാകാത്ത വണ്ടി നാളെ ചെക്ക് ചെയ്യും. ചെയ്ത ലേബറിലെ ക്വാളിറ്റിയുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ആരാണ് ലേബർ ടെക്നീഷ്യൻ എന്നൊക്കെ ഉള്ളത് നാളെ ഏതെങ്കിലും രീതിയിൽ റിപ്പോർട്ടുകൾ ആവശ്യം വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഫൈനൽ ഇൻസ്പെക്ഷൻ സ്റ്റേജ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഫൈനൽ ഇൻസ്പെക്ഷൻ സ്റ്റേജിൽ വന്നു, വെഹിക്കിൾ ഞാൻ ചൂസ് ചെയ്തു. നമ്മൾ ചെയ്ത ജോബ് ഇതാണ്. ശരിക്കും ആക്ച്വലി ഈ ജോബുകൾ കൺഫേം ചെയ്തോ എന്നുള്ളതാണ്, ഈ ജോബുകൾ കംപ്ലീറ്റ് ചെയ്തോ എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ഇപ്പൊ ജോബുകൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ കംപ്ലീറ്റ് ചെയ്തു എന്ന് കൊടുക്കുക, കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ റീസൺ കൊടുക്കുക. റീസൺ കൊടുത്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ചെയ്യാത്ത ജോബ് ഉണ്ടെങ്കിൽ അതിനുള്ള റീസൺ കൊടുക്കണം. ഇനി ജോബ് കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു ക്ലിക്കിൽ ഇവിടെ ജോബ്സ് കൺഫേം ചെയ്യാൻ പറ്റും. ജോബ് കൺഫേം ചെയ്യാത്തതിൻ്റെ റീസൺ കൊടുക്കണമെങ്കിൽ ഇവിടെ ഒന്ന് ടിക്ക് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പം നിങ്ങൾ ഇവിടുത്തെ ഒരു ക്ലിക്ക് കൊണ്ട് ഇവിടെ സേവ് ചെയ്ത് പോകാവുന്ന ഒരു കാര്യമാണ്. എല്ലാ ജോബും കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഡീറ്റെയിലേക്ക് പോകണ്ട, ജോബ്സ് കൺഫേം ചെയ്താൽ മതി. ഇതൊരു സ്റ്റേജാണ്. ഇത് പാസ്സായിട്ടുണ്ടോ എന്ന് നാളെ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സ്റ്റേജാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ വർക്കുകളെല്ലാം കഴിഞ്ഞ് ക്വാളിറ്റി അഷ്വയർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ചെയ്യേണ്ട കാര്യം ജോബ് കാർഡ് ക്ലോസ് ചെയ്യുക എന്നുള്ള. വൺസ് ജോബ് കാർഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വേറൊരു കാര്യം ആഡ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഒരു ലേബറോ ഒരു സ്പെയറോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ജോബോ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ റീ ഓപ്പൺ ചെയ്യാൻ പറ്റും. ERP-യുടെ കൺസെപ്റ്റിൽ നമ്മൾ റീ ഓപ്പൺ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് മാത്രം അത് ക്ലോഷർ ചെയ്യുക. ക്ലോഷർ ചെയ്ത് കഴിഞ്ഞാൽ റീ ഓപ്പൺ ചെയ്യാതിരിക്കുക. റീ ഓപ്പൺ ചെയ്യുന്നതിന് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എപ്പോഴും. ഇപ്പം ഞാൻ ജോബ് കാർഡ് ക്ലോഷർ സ്ക്രീനിൽ നിങ്ങളെ എപ്പോഴും കാണിച്ചു തന്ന പോലെ തന്നെ ഞാൻ എൻ്റെ ജോബ് കാർഡ് സെർച്ച് ചെയ്തെടുത്തു. 87 ആയിരുന്നു ജോബ് കാർഡ്. മുമ്പേ കണ്ട പോലെ തന്നെ ഒരു കൺഫേം ടിക്ക് കൊടുക്കാൻ കിടപ്പുണ്ട്. ഈ കൺഫേം ടിക്ക് കാണുമ്പോൾ ശ്രദ്ധിച്ചോ, അതിൻ്റെ അകത്ത് ഏതൊരു ലേബർ അല്ലെങ്കിൽ ജോബ് ഒറ്റയടിക്ക് ഈ ജോബുകൾ അല്ലെങ്കിൽ പാർട്സ് ഇഷ്യൂ ഇതൊക്കെ കൺഫേം ചെയ്യാൻ കിടപ്പുണ്ട്. ഈ ലേബറൊക്കെ നമ്മൾ കൺഫേം ചെയ്യാനായിട്ടാണ് ഈ സ്റ്റേജ് ചെയ്യുന്നത്. ഇത് നമ്മളിവിടെ കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൺഫേം ആവും. നിങ്ങൾ കുറച്ചധികം ടാബുകൾ കണ്ടു. ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നെല്ലാം ടാബ് എന്നാണ് പറയുന്നത് എന്നുള്ളത്. ഈ ജോബ് കൺഫേം ആയി നമ്മൾ ഫൈനൽ ഇൻസ്പെക്ഷൻ ഇനി പാർട്സ് ഇഷ്യൂ ചെയ്തേക്കുന്ന കൺഫേം ചെയ്യുന്നത്, ലേബർ കൺഫേം ചെയ്യുന്നതല്ല ഈ സ്ക്രീനിലാണ്. ജോബ് കാർഡ് ക്ലോഷർ എപ്പോഴും ഉള്ള ഒരു അഡ്വാൻറ്റേജ്, നിങ്ങളുടെ വെഹിക്കിള് വർക്ക് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേജ് ഏതായി എന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ജോബ് കാർഡ് ക്ലോഷറിൽ വന്നിട്ട് ഇത് എടുത്തു നോക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും
പാർട്സ് ഇഷ്യൂ ചെയ്തേക്കുന്നത് എത്രയാണ്, പാർട്സ് ഇഷ്യൂ ചെയ്യാത്തത് എത്രയാണ്. ഇവിടെ പാർട്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്ന് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ റിക്വസിഷൻ ചെയ്തിട്ടുണ്ടാവാം, അല്ല റീ എസ്റ്റിമേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും, അതൊന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ വെഹിക്കിളിന്റെ സ്റ്റേജ്, ജോബ് കാർഡിന്റെ സ്റ്റേജ് അറിയാൻ പറ്റുന്നില്ല ERP എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം വർക്ക് അലൊക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോബ് കാർഡ് ക്ലോഷറിൽ എടുത്ത് നോക്കിയാൽ അറിയാം പാർട്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ, പാർട്സ് ഇഷ്യൂ ചെയ്തിട്ടില്ലയോ. പാർട്സ് നോട്ട് റിക്വസിഷൻഡ്, അതായത് ഈ പാർട്സ് എന്ന് പറഞ്ഞാൽ റീ എസ്റ്റിമേഷനിൽ ആഡ് ചെയ്തു, റിക്വസിഷനിലേക്ക് വന്നിട്ടില്ല. ഇത് റിക്വസിഷൻ ചെയ്തു, നോട്ട് ഇഷ്യൂഡ് ആണ്. പിന്നെ ഓൺ പ്രിമൈസ് ലേബർ എന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളുണ്ട്, ഇപ്പം അതിൽ നമ്മൾ പോകേണ്ട കാര്യങ്ങളില്ല. പിന്നെ ഔട്ട്സൈഡ് ലേബർ ഇപ്പോൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ഫ്യൂച്ചറിലേക്ക് ഇട്ടേക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വെഹിക്കിൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ലൊക്കേഷന് വെളിയിൽ പോയി എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളാണ് ഔട്ട്സൈഡ് ലേബർ പെർഫോമൻസിൽ കിടക്കുന്നത്. ഇനി ഇവിടെ ഒരു ലേബർ ഇഷ്യൂഡ്, നമ്മൾ മുമ്പ് ഇഷ്യൂ ചെയ്ത ലേബർ ഇഷ്യൂ ചെയ്തേക്കുന്ന ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലേബർ നോട്ട് ഇഷ്യൂഡ്, നമ്മൾ റീ എസ്റ്റിമേറ്റിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ലേബർ നോട്ട് പെർഫോമിൽ കാണും. ഔട്ട്സൈഡ് ലേബർ സംബന്ധിച്ച കാര്യങ്ങളും ഇവിടെയുണ്ട്. റീകോൾ ലേബർ ഡീറ്റെയിൽസ് ഉണ്ട്, പാർട്സ് ഉണ്ടെങ്കിൽ ഒക്കെ വരും. സമ്മറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ലേബർ, ഏതൊക്കെ ജോബ്, എത്ര കൗണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്രോസ് എമൗണ്ട് വന്നു, CGST, സെസ്, ഇതെല്ലാം അടക്കം ഇതിൻ്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പാർട്സിൻ്റെ. ഇനി ഈ എമൗണ്ടിൽ നിന്നാണ് ശരിക്കും ഇതിലേക്കുള്ള ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതൊന്ന്. പിന്നെ അടുത്ത അതുപോലെ തന്നെ ലേബർ പറഞ്ഞേക്കുന്നതിൽ എത്ര എമൗണ്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇവിടെ ലേബർ എത്രയായിരുന്നു, 350 രൂപ ലേബർ, അതിന് 30 രൂപ CGST, SGST, സെസ്, ഈ കാര്യങ്ങളെല്ലാം വരും. ഇത് ഇവിടെ ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കൺഫേം ചെയ്ത് സേവ് ചെയ്യുന്ന ഇവിടെയാണ്. നിങ്ങൾ ശരിക്കും എമൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ക്ലോസ് ചെയ്യാവുള്ളൂ. അതുപോലെ ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുമ്പോഴും നിങ്ങൾ കസ്റ്റമറിന്റെ പേരും വെഹിക്കിളിന്റെ പേരും ഒക്കെ കൃത്യമാണോ എന്ന് നോക്കുക. DMS വലിയ ക്യാൻസലേഷൻ പോലെ അല്ല ERPയിൽ, അതുകൊണ്ട് അതിന്റെ ക്യാൻസലേഷൻ അത്ര ഫ്ലെക്സിബിളും സിമ്പിളും അല്ല. അതിന് എപ്പോഴും നമ്മളെപ്പോഴും ഒരു ജോബ് കാർഡ് ഇൻവോയ്സിൽ എത്തുമ്പോൾ ആ ഇൻവോയ്സ് GST ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഒരു ക്യാൻസലേഷൻ റെക്കമെൻഡഡ് അല്ല. അതായത് ഒരു GST ബില്ല് ക്യാൻസൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഉത്തരവ്. അപ്പോൾ നമ്മളെപ്പോഴും ക്യാൻസലേഷൻ ഒട്ടും റെക്കമെൻഡഡ് അല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകണം. ജോബ് കാർഡ് ക്ലോഷറിന് ശേഷം റീഓപ്പൺ കൂടാതെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാൻ പറ്റിയല്ല. അപ്പം നമ്മളിത് കൺഫേം ചെയ്തിട്ട് മാത്രം ഇത് സേവ് ചെയ്യാം. ഇവിടെയെല്ലാം ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഹാൻഡ്സ് ഓൺ വേണ്ടി മാത്രമാണ്, പ്രിന്റുകളൊന്നും കൃത്യമായിട്ട് ഇതിൽ ചെയ്തിട്ടില്ല. ഇവിടുന്ന് കൊടുക്കുന്ന പ്രിന്റിന് കൃത്യമായ നിങ്ങൾ കാണുന്ന ഫോർമാറ്റ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ബോധർ ചെയ്യണ്ട. ഇനി ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും വരാവുന്ന ഒരു ഡൗട്ടാണ്, ലേബറിനും സ്പെയറിനും ഒക്കെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ. അപ്പോൾ ചില ഘട്ടങ്ങളിൽ സ്പെയർ ലേബറും ഡിസ്കൗണ്ട് വേണം. അത് നമ്മൾ കൊടുക്കുന്നത് പ്രീ ഇൻവോയ്സിലാണ്. പ്രീ ഇൻവോയ്സിൽ മാത്രമേ ERPയിൽ ഡിസ്കൗണ്ട് പോസിബിൾ ആവുകയുള്ളൂ. ഇനി അടുത്ത സ്റ്റേജ് പ്രീ ഇൻവോയ്സ് ആണ്. പ്രീ ഇൻവോയ്സ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ എടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ എടുക്കാം, പറ്റുമെങ്കിൽ ഒരു തവണ കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്ത് പോവുക.
പ്രീ ഇൻവോയ്സിലെ ഒരു പാർട്സ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ പാർട്സിന് എങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കാം? നിങ്ങൾ ഈ പാർട്സ് ഡീറ്റെയിൽസിൽ വരിക. നിങ്ങൾ ഈ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് വിത്ത് ഒരു ടിക്ക്. ഈ ടിക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇത് വലുതാകും, എക്സ്പാൻഡ് ചെയ്യും. ഇവിടെ ഡിസ്കൗണ്ട് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കാനാണ് പോകുന്നത് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടുത്തെ ഡിസ്കൗണ്ട് ഇവിടെ ബ്ലൂ വന്ന് ക്ലിക്ക് ചെയ്താൽ അറിയാം. ഗ്രോസ് വാല്യൂവിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വാല്യൂ ആയിട്ട് കൊടുക്കാം, പെർ ക്വാണ്ടിറ്റി ആയിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണഗതിയിൽ പെർസെൻറ്റേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ 5% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, 5% കൊടുത്താൽ ഈ എമൗണ്ടിൻ്റെ 5% എത്രയാണെന്നുള്ളത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇതല്ല വാല്യൂവിലാണ് കൊടുക്കുന്നു, ഒരു 100 റുപ്പീസിൻ്റെ ഡിസ്കൗണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ വാല്യൂ കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക. ഡിസ്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്ന് നമുക്ക് എക്സ്പാൻഡ് ആയി കിട്ടിയത് പെർസെൻറ്റേജ് ആണെങ്കിൽ ഇതെടുക്കുക, വാല്യൂ ആണെങ്കിൽ ഇതെടുക്കുക. എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട് എങ്കിൽ ഇതൊക്കെ ചെയ്യാം. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ ഇൻവോയ്സായി. ഇതുപോലെ തന്നെ ലേബറിനും ഡിസ്കൗണ്ട് ഇതേപോലെ തന്നെയുണ്ട്, ഡിസ്കൗണ്ട് കിടപ്പുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക, വാല്യൂ എങ്കിൽ വാല്യൂ, പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ്, ആ രീതിയിൽ അതിനെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഈ ഇവിടുത്തെ എല്ലാ പാർട്സിനും നിശ്ചിത ഡിസ്കൗണ്ട്, നിങ്ങൾക്ക് 10 പാർട്സ് ഉണ്ട്, 10ലും നിങ്ങൾക്ക് നിശ്ചിത ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ലേബറിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ലേബറിനും തുല്യമായിട്ടാണ് ഡിസ്കൗണ്ട് പോകുന്നതെങ്കിൽ അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്കൗണ്ട് അവിടെ കാൽക്കുലേറ്റഡ് ആകും. അപ്പോൾ നിങ്ങളിങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഇനി രണ്ടാമത്തെ കാര്യം ചാർജസ് ആൻഡ് ഡിഡക്ഷൻസ്. ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ബോഡി ഷോപ്പിൻ്റെ കാര്യങ്ങളിൽ ചാർജസും ഡിഡക്ഷൻസും ആഡ് ചെയ്യുന്നതും ഈ പ്രീ ഇൻവോയ്സിൽ തന്നെയാണ്. ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് കാർഡിലേക്ക് നമ്മൾ ഒരു എമൗണ്ട് ചാർജ് ചെയ്യുന്നതാണ് ഇവിടെ ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനൊരു അക്കൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡിസ്കൗണ്ടും ഇവിടെ തന്നെയാണ്, ഡിഡക്ഷൻ ഇവിടെയാണ്. ഒരു ഡിഡക്ഷൻ ഉണ്ട്, MCP അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഡിഡക്ഷൻ ഉണ്ട്. അത് എത്ര രൂപയാണെന്നുള്ളത് ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചത്. 35 രൂപ ഡിസ്കൗണ്ട് വരും. അപ്പോൾ ഇവിടെ ഓരോന്നും ചാർജ്, അയാളെ ഏതെങ്കിലും ഒരു ചാർജ് ഉണ്ട്. ഇതെല്ലാം അക്കൗണ്ട്സിലേക്ക് ഒരു എഫക്റ്റ് ഉള്ളത് കൊണ്ട് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ അക്കൗണ്ട്സ് സംബന്ധമായിട്ട് തന്നെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിന് ചാർജ് കൊടുക്കുന്നത്. എപ്പോഴും നിങ്ങൾ ഈ സമ്മറി എടുത്ത് നോക്കുന്നത് ഒരു ഹാബിറ്റ് ആക്കണം, എങ്കിലേ നമുക്ക് കൃത്യമായിട്ടാണോ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സമ്മറി എടുത്ത് നോക്കുക, ഇതൊക്കെ കറക്റ്റ് ആണോ നോക്കുക, എമൗണ്ട് വന്നേക്കുന്നത് കറക്റ്റ് ആണോ നോക്കുക. പാർട്സിൻ്റെ എല്ലാം കൂടെ കൂടി 1021 രൂപ, 255.26 ഡിസ്കൗണ്ട് ആണ്. ആക്ച്വലി ടാക്സ് അടക്കം വരുമ്പോൾ 315 രൂപ 26 പൈസയുടെ എഫക്റ്റ് ആണ് വരുന്നത്. GST എത്ര വന്നു, സെസ് എത്ര വന്നു, ഇത് രണ്ടും കൂടെ കൂട്ടി എത്ര വന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും, അങ്ങനെ വന്ന പാർട്സിൻ്റെ നെറ്റ് എമൗണ്ട് എത്രയായി. ഇനി അതുപോലെ തന്നെ ലേബർ പെർഫോം ചെയ്തതിലും അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും ലേബറിൻ്റെ മൊത്തം എമൗണ്ട്, അതിൻ്റെ ഡിസ്കൗണ്ട് എത്ര കിട്ടി, അതിൽ എത്ര CGST, എത്ര SGST, സെസ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്രീ ഇൻവോയ്സിലെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവോയ്സിലേക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഡിസ്കൗണ്ടുകൾ പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അത് മനസ്സിലാക്കുക. നിങ്ങൾ പലപ്പോഴും ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കേണ്ട എവിടെ എന്നുള്ളത് എല്ലാവരും ഡൗട്ട് അടിക്കുന്ന കാര്യമാണ്. പ്രീ ഇൻവോയ്സിൽ മാത്രമാണ് ഡിസ്കൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ.
ഡിസ്കൗണ്ട് എമൗണ്ട് മാറിയേക്കുന്നത് കാണാം. ഞാൻ ഇവിടെ കൊടുത്തിരുന്ന അതെല്ലാം മാറ്റി ഡിസ്കൗണ്ട് എമൗണ്ടുകൾ ഇപ്പോൾ 200 രൂപയുടെ ഡിസ്കൗണ്ട് എമൗണ്ടിലേക്ക് അത് കറക്റ്റായി. ഇപ്പോൾ ഡിസ്കൗണ്ടുകൾക്കെല്ലാം മാറ്റം വരുത്തി. ഇപ്പോൾ ആകെ ഒരു 50 റുപ്പീസിൻ്റെ ഒരു ഡിസ്കൗണ്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ കാണുന്ന ഡിസ്കൗണ്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എത്ര ഡിസ്കൗണ്ട്, ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഇവിടെ പാർട്സിനല്ല ഡിസ്കൗണ്ട് കൊടുത്തേക്കുന്നത്, ഇവിടെ ലേബറിലാണ് ഡിസ്കൗണ്ട് വന്നേക്കുന്നത്. അപ്പം ഞാനിതിനെ സേവ് ചെയ്യണം. നമ്മുടെ പ്രീ ഇൻവോയ്സ് ആയി. എപ്പോഴും ഇൻവോയ്സിലേക്ക് ഫ്ലോ ചെയ്യുന്നതിന് മുമ്പ് പ്രീ ഇൻവോയ്സ് കറക്റ്റ് ചെയ്ത് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ എടുത്താനുള്ള സ്ഥലം ആണെങ്കിൽ പ്രീ ഇൻവോയ്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻവോയ്സിലേക്ക് പോവുക. പ്രീ ഇൻവോയ്സ് 1-2 തവണ റിപ്പീറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലാസ്റ്റ് പ്രീ ഇൻവോയ്സ് എമൗണ്ട് ആണ് ഇൻവോയ്സിലേക്ക് ഫ്ലോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ ഫോർമാറ്റ് ഉണ്ട്, ഏത് ഫോർമാറ്റിലാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് പ്രീ ഇൻവോയ്സിൻ്റെ ഫോർമാറ്റ് മിക്കവാറും ഇവിടെ കാണും. ഈ ഫോർമാറ്റുകൾ ഇപ്പോൾ ലൈവായിട്ടുള്ള ഫോർമാറ്റ് അല്ല, നിങ്ങൾക്ക് അത് ലൈവ് പോകുന്ന ഇതിൽ നിങ്ങൾക്ക് കൃത്യമായ ഫോർമാറ്റുകളും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിവ്യൂ കാണാം, അല്ലെങ്കിൽ നേരിട്ട് പ്രിന്റ് കൊടുക്കാം. നെറ്റ് സ്ലോ ആയതുകൊണ്ട് ഇത് വരാൻ ഇച്ചിരി താമസം എടുത്തു. ഇത് ഞാൻ പറഞ്ഞു കൃത്യമായ ഫോർമാറ്റിലൊന്നും അല്ല ഇരിക്കുന്നത്. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ടേക്കുന്ന സെർവറിൽ ആണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായ ഫോർമാറ്റ് ഇതിലുണ്ടാവും, അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ പ്രീ ഇൻവോയ്സിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് ആക്ച്വൽ ഇതിൻ്റെയും വരുന്നുണ്ടാവും. നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഇനി അടുത്തത് ഇൻവോയ്സിലേക്കാണ് പോകുന്നത്. ജോബ് കാർഡ് ഇൻവോയ്സ് എപ്പോഴും നിങ്ങൾ കൃത്യമാക്കി പ്രീ ഇൻവോയ്സ് കറക്റ്റാക്കി കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഇൻവോയ്സിലേക്ക് പോകാറുള്ളൂ. ഇൻവോയ്സ് എപ്പോഴും അക്കൗണ്ടിങ്ങിലേക്ക് ആണ് പോകുന്നത്. അപ്പം നിങ്ങളുടെ ബുക്ക് ഓഫ് അക്കൗണ്ടിലേക്കുള്ള എൻട്രി ആണ് ഇവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ജോബ് കാർഡ് ഇൻവോയ്സ് കൃത്യമാണെന്ന് ഉറപ്പാക്കി മാത്രം ജോബ് കാർഡ് ഇൻവോയ്സ് ചെയ്യുക. നിങ്ങൾക്ക് ജോബ് കാർഡ് ഇൻവോയ്സ് എടുക്കുന്നതിൽ കുഴപ്പമില്ല, അത് സേവ് ചെയ്യുന്നതിന് മുമ്പ് കൺഫേം ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞ ക്ലോഷറിൽ നിങ്ങൾക്ക്
ജോബ് കാർഡ് ഏതൊക്കെ ലേബർ ഏതൊക്കെ സ്പെയർ ഇഷ്യൂ ചെയ്തു എന്ന് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് ഇതെടുക്കുന്ന അത് ക്ലോഷറിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന വേറൊരു ഭാഗമുണ്ട്. ലേബർ ഇഷ്യൂവിലും സ്പെയർ ഇഷ്യൂവിലും സ്ക്രീനിൽ ഒരു ബട്ടൺ ഉണ്ട്, ഹിസ്റ്ററി, ജോബ് കാർഡ് ഹിസ്റ്ററി. അതിൽ ക്ലിക്ക് ചെയ്താലും എത്ര ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ സമ്മറിയിലേക്ക് പോവുക. നമ്മൾ സമ്മറി ചെക്ക് ചെയ്യുന്നതാണ് എപ്പോഴും. സമ്മറി ചെക്ക് ചെയ്യാതെ കടന്നു പോകരുത്. സമ്മറിയിൽ എന്തെങ്കിലും ഡിഫറൻസ് തോന്നുവാണെങ്കിൽ നമ്മളവിടെ നിർത്തുക, ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് മാത്രം മുമ്പോട്ട് പോകാവുള്ളൂ. നമ്മുടെ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഷോട്ട് സമ്മറിയിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം പോവുക. ഇവിടെ കാണിച്ചേക്കുന്ന പാർട്സിന്റെ ഗ്രോസ് എമൗണ്ട് 1021.03. അത് കഴിഞ്ഞിട്ട് GST വന്നു, അതെല്ലാം കൂടെ കൂടി 1215 രൂപ. ഇതാണ് എക്സ്ക്ലൂസീവ് സെയിൽ വാല്യൂ എന്ന് പറയുന്നത്. ടാക്സ് അപ്ലൈ ആകുന്നതിന് മുമ്പുള്ള പ്രൈസ്. ഇനി അതുപോലെ തന്നെ ഇവിടെ വരുന്നുണ്ട് ലേബറിന്റെ വില. ലേബറിന്റെ ചാർജ് 340. അതിന്റെ GST ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള എമൗണ്ടിന്റെ GST ഇതാണ് വരുന്നത്. അതിനൊരു സെസ് വന്നിട്ടുണ്ട്. ഈ കസ്റ്റമർ ഒരു GST ഇല്ലാത്ത കസ്റ്റമറാണ്, കേരളത്തിൽ തന്നെയാണ് അഡ്രസ്സ്, അതുകൊണ്ടാണ് ഈ സെസ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മാറ്റം വരുത്തിയാണ് പ്രൈസ് ലിസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ GST ഉള്ള കസ്റ്റമറിനെ ആണെങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ GST ടാഗ് ചെയ്ത് കൃത്യമായി ആക്കാനും നോക്കണം. കാര്യം ബില്ലിൽ ആ ഡീറ്റെയിൽസ് വന്നില്ലെങ്കിൽ അതിന് തലവേദനകൾ ഉണ്ടാവും. അതുകൊണ്ട് ഇനി അതുപോലെ തന്നെ ജോബ് കാർഡ് ഇൻവോയ്സിൽ ഇവിടെ വന്നിട്ടില്ല എങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ലൈവ് ഇൻവോയ്സിൽ ലൈവായിട്ട് പോകുന്നതിൽ ആവശ്യമുണ്ട്. ഒന്ന് DMSന്റെ ഇൻവോയ്സ് നമ്പർ ആവശ്യമാണ്. അതുപോലെ തന്നെ DMS ഇൻവോയ്സ് ചെയ്ത ഡേറ്റും. അതുപോലെ തന്നെ പ്രീ ഇൻവോയ്സിൽ നിങ്ങളുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. പ്രീ ഇൻവോയ്സിൽ ഞാനത് വിട്ടുപോയി. പ്രീ ഇൻവോയ്സിലെ ഈ സ്ക്രീനിൽ ലേബർ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ റിമാർക്സ് മാൻഡേറ്ററി ആണ് പ്രീ ഇൻവോയ്സിൽ. അതുപോലെ ജോബ് കാർഡ് ഇൻവോയ്സിൽ ഇവിടെ കാണിച്ചിട്ടില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DMS നമ്പർ, DMS ഇൻവോയ്സ് നമ്പർ, DMS ഇൻവോയ്സ് ഡേറ്റും ഇവിടെ കൊടുത്തെങ്കിൽ മാത്രമേ സേവ് ആവുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ERP-യിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു എറർ കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു തടസ്സം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെസ്സേജ് കൃത്യമായിട്ട് വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് എറർ വന്നതെന്ന്. അപ്പം അത് ചില ഫീൽഡുകൾ നിങ്ങൾ ആദ്യത്തെ സ്ക്രീനിൽ നോക്കി കാണിയല്ല, അത് ചിലപ്പോൾ ഇതിന്റെ ബാക്കിയായിരിക്കും. റൈറ്റിലേക്ക് നീക്കി നോക്കുക. ചില ടാബുകളിലായിരിക്കും ഇഷ്യൂ വരുന്ന കാര്യങ്ങൾ വരുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ യെല്ലോ ഫീൽഡ് ബ്ലൂ ക്യാപ്ഷന്റെ ശേഷം സ്റ്റാർ വന്നേക്കുന്നത് ഇവിടെ ജോബ് കാർഡ് നമ്പർ, അതുപോലെ തന്നെ ബ്ലൂ ലെറ്ററിലുള്ള ടൈപ്പിങ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ്. അത് ഫില്ലായില്ലെങ്കിൽ സേവ് ആകുകയില്ല. ഇപ്പം നമ്മുടെ സമ്മറി എടുത്തു ഇതിനകത്ത് എമൗണ്ട് നമ്മൾ കണ്ടു.
എമൗണ്ട് DMS-ആയിട്ട് ടാലി ആവുന്നുണ്ടെങ്കിൽ നമുക്കത് സേവ് ചെയ്യാം. അല്ല എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ തമ്മിൽ കമ്പയർ ചെയ്ത് ഏതിലാണ് മിസ്റ്റേക്ക് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം സേവ് ചെയ്യുക. ഇത് സേവ് ചെയ്യുമ്പോൾ ഈ കസ്റ്റമർ അക്കൗണ്ടിലേക്കാണ് ഈ എമൗണ്ട് ഫ്ലോ ചെയ്യുന്നത്. നമുക്ക് അയാളെ കാര്യം ക്രെഡിറ്റ് ബില്ലാണ്, ബൈ ഡിഫോൾട്ട് ക്രെഡിറ്റ് ബില്ലാണ്. നിങ്ങളത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു തലവേദന വരുന്ന ഒരു പോർഷൻ ഉണ്ട്. ഈ ഇവിടെ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞു വരും. ഇവിടുത്തെ ബില്ലുകൾ അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് നമ്മളത് തുടങ്ങ ഡിലീറ്റ് ഇൻവാലിഡ് റോസ് കൊടുക്കുക. നിങ്ങളത് ചെയ്യേണ്ട അക്കൗണ്ട്സിന്റെ സൈഡിലുള്ളവർ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളത് ബിൽസ് റിസീവബിൾ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് വരുന്നില്ല. അക്കൗണ്ട്സിൽ നിന്നുള്ളവർ അത് വിത്ത് ഒതന്റിക്കേഷൻ അവരത് ചെയ്തോളൂ. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് കാർഡ് സേവായി. ഇനി നമ്മൾ ഇന്ന് പറഞ്ഞ ഫ്ലോ ശരിക്കും പറഞ്ഞാൽ സ്പെയർ റിക്വസിഷൻ റീ എസ്റ്റിമേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പെയർ റിക്വസിഷൻ, സ്പെയർ ഇഷ്യൂ, സ്പെയർ റിട്ടേൺ, ലേബർ പെർഫോംഡ്, ലേബർ ക്യാൻസലേഷൻ, അത് കഴിഞ്ഞ് വർക്ക് ഫൈനൽ ഇൻസ്പെക്ഷൻ, ജോബ് കാർഡ് ക്ലോഷർ, പ്രീ ഇൻവോയ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പം പഠിച്ചേക്കുന്നത്. അതിൽ സ്പെയർ ഇഷ്യൂ ചെയ്യേണ്ടത് സ്പെയർ ടീമാണ്. അപ്പോൾ അവർ അത് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനി ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ഇഷ്യൂ ആണ് MCP. ഇനി അടുത്ത ഒരു ഇൻവോയ്സ്, ഇപ്പം നമ്മൾ നോർമൽ രീതിയിലാണ് ഇൻവോയ്സ് ചെയ്തത്. ഇതല്ലാതെ വേറെ ഇൻവോയ്സ് ഉണ്ട്. ഇൻവോയ്സ് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ വെഹിക്കിൾ ഇൻവോയ്സിങ് ഉണ്ട്. ഓൺ വെഹിക്കിൾ ജോബ് കാർഡ് ഇൻവോയ്സ്. അത് നമ്മുടെ തന്നെ വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ ഇൻവോയ്സ് ചെയ്യേണ്ട ഈ സ്ക്രീനിലാണ്. ഇപ്പം നമ്മളൊരു ഔട്ട്സൈഡ് കസ്റ്റമറിന് ചെയ്ത ഒരു സ്ക്രീനാണ് നിങ്ങൾ കണ്ടത്. പക്ഷേ പ്രീ ഇൻവോയ്സിന് ശേഷം നമ്മുടെ സ്വന്തം വെഹിക്കിൾ ആണെങ്കിൽ ഓൺ വെഹിക്കിൾ ജോബ് കാർഡ് ഇൻവോയ്സിലേക്ക് വരിക. ഇവിടെ വന്ന് ഈ ചെയ്ത ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ വരിക. നമുക്ക് നമ്മുടെ ഓൺ വെഹിക്കിളിൽ നമുക്ക് GST മറ്റു കാര്യങ്ങളൊന്നും വരേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇത് കിട്ടില്ല എങ്കിലും നിങ്ങൾ ജോബ് കാർഡ് നമ്പർ കൊടുത്ത് ഇത് എടുക്കുക. ഇത് ഫില്ലായി കഴിയുമ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ചെക്ക് ചെയ്യുക, സേവ് ചെയ്യുക. മുമ്പേ ചെയ്ത പോലെ തന്നെയാണ്, പക്ഷെ ഓൺ വെഹിക്കിൾ ചെയ്യേണ്ട സ്ക്രീൻ ഇവിടെയാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ MCP ആണ് ഇനി പറയേണ്ടത്. നമുക്കൊരു MCP ഉള്ള ഒരു വെഹിക്കിൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. MCP ഇപ്പം നമ്മുടെ ERP എന്ന് പറയുന്നത് പോപ്പുലറിന്റെ സ്വന്തം പാക്കേജാണ്. DMS പോലെ നമ്മുടെ വെൻഡറിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിലേക്ക് വരില്ല. അത് നമ്മുടെ എഫർട്ടാണ് അതിനെ ഇതിനകത്ത് കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പൊ MCP ഉള്ള ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ MCPയുടെ സ്ക്രീനിലേക്ക് MCPയുടെ രണ്ട് കാര്യങ്ങൾ എടുക്കണം. ഞാനിവിടെ ജസ്റ്റ് കാണിക്കാം. സർവീസ് ജോബ് കാർഡിൽ നമ്മൾ എവിടെയാണ് PSC ചെക്ക് ചെയ്യുന്നത്? ഒരു ജോബ് കാർഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് PSC ചെക്ക് ചെയ്യുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് MCP എന്ന് പറയുന്ന നമ്മളുടെ ERP-യിൽ PSC എന്നാണ് പറയുന്നത് അല്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞു പ്രീ സർവീസ് കോൺട്രാക്ട് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ MCP എന്ന് പറയുന്ന DMSലെ ടേമാണ്. നമ്മൾ ERP-യിൽ അതിനെ പറയുന്നത് നമ്മൾ പ്രീ സർവീസ് കോൺട്രാക്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു പൈസ നമ്മൾ മുൻകൂർ മേടിച്ച് നമ്മൾ നടത്തുന്ന ഒരു കോൺട്രാക്റ്റ് ആണ്. അവരുടെ വെഹിക്കിള്
നമ്മൾ ചില ലേബറും ചില സ്പെയറുകളും ചെയ്തു കൊടുക്കാമെന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഈ ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ കുറച്ചധികം തവണ കൂടുതൽ പറഞ്ഞു തന്നിരുന്നു. പ്രീപെയ്ഡ് സർവീസ് കോൺട്രാക്റ്റ് എന്നുള്ളത്. ഈ പ്രീപെയ്ഡ് സർവീസ് കോൺട്രാക്റ്റിന് ഒരു നമ്പറും ഡീറ്റെയിൽസും ഉണ്ടാവും. നമ്മൾ ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് MCP ആണെങ്കിൽ അതിൽ അറിയാൻ പറ്റും, DMS ജോബ് കാർഡിൽ തന്നെ. അപ്പോൾ അങ്ങനെയുണ്ട്. ആ ജോബ് കാർഡ് ഇവിടെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് വരുന്നില്ലെങ്കിൽ ഇവിടെ നിർത്തിയേക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ചെയ്യേണ്ട MCP DMSലെ കോമണിലെ ട്രാൻസാക്ഷൻസിൽ MCPയിലെ എൻക്വയറി എൻറോൾമെന്റ് എടുക്കുക. ആ എൻക്വയറി എൻറോൾമെന്റിൽ നിന്ന് ഇപ്പോഴത്തെ ആക്റ്റീവ് ആയിട്ടുള്ള MCP നമ്പർ കിട്ടും. അതില്ലാത്ത NCP ഇൻവോയ്സ് എടുത്തു കഴിഞ്ഞാൽ NCP ഇൻവോയ്സ് എടുത്ത് നമ്മൾ അത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇങ്ങനെയുള്ള പ്രിൻ്റ് ഔട്ട് കിട്ടും. നമ്മൾ അതിൻ്റെ അകത്തു നിന്നുള്ള കുറച്ചധികം ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമുണ്ട്. ആ ഈ ഡീറ്റെയിൽസ് അതുപോലെ അടുത്തത് എന്നാന്ന് വെച്ചാൽ, ഇതിലെ തന്നെ കൊറീസിൽ MCP എൻറോൾമെന്റ് സെർച്ച് എടുക്കുക, ഈ ഡീറ്റെയിൽസ് എടുക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ MCP നമ്പർ ഉണ്ട്. ഇവിടെ ഒന്നിൽ കൂടുതൽ MCP എടുത്തിട്ടുള്ള വെഹിക്കിൾ ആണെങ്കിൽ ഇപ്പം ആക്റ്റീവ് ഏതാണ്, ഇപ്പം ആക്റ്റീവ് അല്ലാത്ത ഏതാണെന്നെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വന്ന് നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ളതിനെ സെലക്ട് ചെയ്ത് എന്നിട്ട് ഇവിടെ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലേബർ സ്പെയർ കാണാൻ പറ്റും. രണ്ട് സാധ്യതകളാണ് MCPയിൽ വരുന്നത്. ഒന്നാമത്തേത് DMSൽ ഒരു ഫ്രഷ് MCP എടുക്കുന്നു, അതുപോലെ തന്നെ DMSൽ ഒരു ഫ്രഷ് MCP എടുക്കുന്നു, ERPയിലും അതുപോലെ തന്നെ ഫ്രഷ് MCP എടുക്കുന്നു. അപ്പോഴെന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനൊരു അക്കൗണ്ടിങ് പോസ്റ്റിംഗ് ഉണ്ട്. MCP പുതിയൊരു MCP ആകുമ്പോൾ അതിന് അക്കൗണ്ടിങ് പോസ്റ്റിംഗ് ഉണ്ട്. അതിന് നമ്മൾ എടുക്കുന്ന സ്ക്രീനാണ് ഓപ്പണിംഗ് MCP സെയിൽ. ഒരു മിനിറ്റ്, ഞാൻ ആ സ്ക്രീൻ എടുത്ത് കാണിച്ചു തരാം. പ്രീപെയ്ഡ് സർവീസ് കോൺട്രാക്ട് സെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സെയിലാണ് അവിടെ നടക്കുന്നത്. പ്രീപെയ്ഡ് സർവീസ് കോൺട്രാക്റ്റിന്റെ സെയിൽ. MCP സെയിൽ DMS ചെയ്യുന്നതിൻ്റെ ഒപ്പം ഫ്രഷ് MCP സെയിൽ ചെയ്താൽ അപ്പോൾ തന്നെ ERPയിലും ചെയ്യേണ്ട സ്ക്രീനാണ് പ്രീപെയ്ഡ് സർവീസ് കോൺട്രാക്ട് സെയിൽസ്. ഇത് ക്ലിക്ക് ചെയ്യുക. വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക. ഇതിൽ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് തന്നു. ഓഡോമീറ്റർ റീഡിങ് കാണിക്കുക, ഏജ് കാണിക്കുക. ERPയിൽ ഏജ് കാണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, DMSൽ വെഹിക്കിളിൻ്റെ ഏജ് +3 months ഒരു ഗ്രേസ് പീരീഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ, ERPയിൽ നിങ്ങൾ ഇപ്പോൾ 60 days ആണ് വെഹിക്കിൾ ഏജ് ആയിട്ട് MCP കാണിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ 60 + 3 ഇട്ട് കൊടുക്കുക. 3 മാസം ഗ്രേസ് പീരീഡും കൂടെ കണക്ക് കൂട്ടി വേണം ഇവിടെ എൻട്രി ഇടാൻ, അപ് ടു വെഹിക്കിൾ ഏജ്. ഇനി ഇവിടെ PSC ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡാറ്റാബേസിൽ ഇട്ടേക്കുന്ന ഓപ്ഷൻസ് വളരെ കുറവായിരിക്കും, പക്ഷെ ലൈവിൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ ഇവിടെ കിട്ടും. ആ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ശ്രദ്ധിക്കുക, ഒരല്പം മാറ്റായിന്. ഇവിടെ ഡിസ്ക്രിപ്ഷനുണ്ട്, ഇക്കണോമി, എക്സിക്യൂട്ടീവ്, പ്രീമിയം. എല്ലാം ഇവിടെ വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, എന്നാൽ ലൈവിൽ അത് കിടപ്പുണ്ട്. ചിലതും മിസ്സിംഗ് ആണ്. അത് നമ്മുടെ ഈ DMSൽ ഇതുവരെ നമ്മുടെ ബ്രാഞ്ചുകളിൽ ആ കോമ്പിനേഷനിൽ ആരും ആ MCP എടുത്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് മാത്രമായിരിക്കും വരാത്തത്. ഇപ്പം ഞാൻ എക്സിക്യൂട്ടീവ് എടുക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ 5 year എക്സിക്യൂട്ടീവ് എടുത്തു. ഇതേ സല്യൂട്ടേഷൻ ഇതുപോലെ തന്നെ ആയിരിക്കും ഏത് ERPയിലും അത് DMSലും അത് കിടക്കുന്നത്. എക്സിക്യൂട്ടീവ്
പാക്കേജ് എന്നാന്ന് കാണാം. ഇത്ര തൊട്ട് ഇത്ര കിലോമീറ്റർ വരെ എക്സിക്യൂട്ടീവ് 60,000-ത്തേക്കാളും കൂടുതൽ, എന്താ പറയുക, 10,000-നേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ ഇയർലി ഓർഡർ. അപ്പൊ ഈ പാക്കേജിന്റെ ഹെഡിങ് എന്താണോ അത് നമുക്ക് അതുപോലെ തന്നെ കിട്ടും. അത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അത് എത്ര മാസം തൊട്ടുള്ളതാണെന്നെല്ലാം ഉണ്ട്. ഇതൊക്കെ കൊടുക്കാം. ലേബർ എമൗണ്ടും ഡീറ്റെയിൽസും എല്ലാം ഉണ്ടാവും. വെഹിക്കിൾ, ഞാൻ ഇത് ഇന്നലെ പറഞ്ഞിരുന്നു, വെഹിക്കിൾ സെയിൽ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോഴും പറഞ്ഞിരുന്നു MCP, വാറണ്ടി, എക്സ്റ്റൻഡ് വാറണ്ടി എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങൾ വരും. അപ്പം ലേബർ ഡീറ്റെയിൽസ്, ഈ MCPയിൽ ടാഗ് ചെയ്യുന്ന ലേബർ എത്ര, പാർട്സ് എത്ര എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ ലൈവിൽ ആണ് അത് കറക്റ്റ് ചെയ്തിട്ടേക്കുന്നത്. നിങ്ങൾ ഇതിനെ ബോധർ ചെയ്യണ്ട. ഇവിടെ ഉണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ എൻറോൾമെന്റ് നമ്പറൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ എൻറോൾമെന്റ് നമ്പറാണ് അവിടെ വരേണ്ടത്. അതുപോലെ തന്നെ DMS ഇൻവോയ്സ് നമ്പർ വേണം. TCS ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ ഇവിടെ ഫർണിഷ് ചെയ്യുക, ഇത് ചെയ്യുക. ഇതൊരു സെയിൽ ആയതുകൊണ്ട് നമുക്ക് മറ്റു തലവേദനകളൊന്നും ഇല്ല. എന്നാൽ അടുത്തൊരു സെനാരിയോ, ഈ സെനാരിയോയിൽ ഒരു സെയിലാണ്, അപ്പോൾ എന്ത് ചെയ്യും, അക്കൗണ്ട്സിലേക്ക് ഒരു പോസ്റ്റിംഗ് ഇവിടുന്ന് പോകുന്നുണ്ട്. ഇനി അടുത്ത സെനാരിയോയിൽ ഓൾറെഡി ഓൾറെഡി ഈ DMSൽ MCP എടുത്തിരിക്കുന്ന ഒരു കസ്റ്റമറാണ് വന്നേക്കുന്നത്. ആ കസ്റ്റമർ കുറച്ച് എടുത്തിട്ടുണ്ട്, നേരത്തെയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ ബ്രാഞ്ചിൽ ERP വരുന്നതിന് മുമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അയാളുടെ ഡീറ്റെയിൽസ് ഇതുപോലെ നമ്മൾ ഇപ്പം ഞാൻ കാണിച്ച സ്ക്രീനുകളെല്ലാം അങ്ങനെ ഒരിടത്തേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. എൻറോൾമെന്റ് നോക്കുക, അതിൻ്റെ NCP ടാക്സ് ഇൻവോയ്സ് എടുക്കുക, അതുപോലെ തന്നെ സെർച്ച് ചെയ്ത് എൻറോൾമെന്റിൽ ഡീറ്റെയിൽസ് എടുക്കുക. ഈ ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് കാണാം, അയാളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇങ്ങനെ DMS സെർച്ച് ചെയ്യുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ആണ് അലോ ചെയ്തിരുന്നത്, അയാൾ അതിൽ എത്ര ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഇത് അയാൾക്ക് പ്രൊവിഷൻ എത്ര ഉണ്ടായിരുന്നു, അതിൽ പുള്ളി എത്ര ഉപയോഗിച്ചു എന്നുള്ള ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ERPയിൽ കൊണ്ടുവരുന്നത്. 5 എണ്ണം ഉള്ളയാൾ 4 എണ്ണമാണ് ഉപയോഗിച്ചതെങ്കിൽ ZA05L0 എന്ന് പറയുന്നത് 5 എണ്ണത്തിൽ പകരം 4 എണ്ണം അയാൾ അവൈൽ ചെയ്തിട്ടുള്ളെങ്കിൽ ഒരെണ്ണം നമ്മൾ അവിടെ കൊണ്ടുവരണം. ആ ഒരെണ്ണത്തിൻ്റെ റേറ്റ് കൊടുക്കണം. നമ്മൾ ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതനുസരിച്ച് അതിൻ്റെ ഡിസ്കൗണ്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. നമുക്കിവിടെ ഒരു ഇതുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ള കാര്യം എന്ന് വെച്ചാൽ, മാരുതി ഈ MCPനെ ഡിസൈൻ ചെയ്തത് വളരെ ബാക്കിലാണ്, വർഷങ്ങൾ പുറയില്ല. അന്നുണ്ടായിരുന്ന ലേബറിന്റെ, അന്നുണ്ടായിരുന്ന സ്പെയറിന്റെ എമൗണ്ട് ഒക്കെ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ DMS ERPയിൽ അതിനെ കൊണ്ടുവരുമ്പോൾ എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോഴുള്ള സ്പെയറും ഇപ്പോഴുള്ള ലേബറിന്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതവിടെ കാണിക്കുന്നത്. ചിലർ ഈ ഡിഫറൻസ് ഒക്കെ എടുത്തുകൊണ്ട് വരാറുണ്ട്. കാര്യം MCP നമ്മൾ നേരത്തെ ചെയ്തു പോയ ഒരു കോൺട്രാക്ട് ആണ്. അപ്പൊ നമ്മൾ അതിൽ വേറെ കഥയൊന്നുമില്ല, അത് അവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഇതിന്റെ ഡിഫറൻസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് അടിച്ച് നിങ്ങൾ ഈ ഇതിന്റെ പുറകെ കൊണ്ട് സമയം ഇതും കളയേണ്ട കാര്യമില്ല. നമ്മളിപ്പോ ഈ MCP എടുക്കുമ്പോൾ എന്താണോ ഇപ്പോഴത്തെ ലേബർ സ്പെയറും അതാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. പക്ഷെ DMSൽ ഇത് ഡിസൈൻ ചെയ്ത സമയത്തെ ലേബർ സ്പെയറുമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡിഫറൻസ് ഉണ്ട് എന്നൊന്നും പറഞ്ഞു വരണ്ട. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നു, ഇവിടെ നിങ്ങൾക്ക് കാണാം ZA15L0, ഇത് 3 എണ്ണത്തിൽ ഒരെണ്ണം അവൈലബിൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 എണ്ണം മിച്ചമുണ്ട്. ഈ 2 എണ്ണത്തിന്റെ റേറ്റ് 365, 2 കൊടുക്കുക, 365 കൊടുക്കുക. ഇങ്ങനെ ഇത് ഫർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുള്ളായി പോയ, ഫുൾ യൂട്ടിലൈസ് ചെയ്ത കാര്യങ്ങളൊന്നും അതിൻ്റെ അത് കാണിക്കണ്ട. എത്ര എണ്ണം മിച്ചമുണ്ടോ അത് മാത്രം എടുക്കുക, അതിൻ്റെ എമൗണ്ട് കൊടുക്കുക, അതുപോലെ തന്നെ സ്പെയർ കൊടുക്കുക. ഇനി സ്പെയറിന്റെ കാര്യത്തിലൊക്കെ ചില ഡൗട്ടുകൾ ഉണ്ടാവും. ഇതിൻ്റെ അത് കാണിച്ചേക്കുന്ന പാർട്സ് ഇപ്പം നിങ്ങളുടെ സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ അതിന്റെ അനുബന്ധമായിട്ട് വന്നേക്കുന്ന പാർട്സ്, ഇപ്പം ഞാൻ പറഞ്ഞ കൂളന്റ്, ഈ കൂളന്റ് പാർട്ട് നമ്പർ ഒന്നും അല്ലെങ്കിലും ആ പാർട്ട് നമ്പറിൽ ഇപ്പൊ ഇരിക്കുന്ന കൂളന്റ് ടാഗഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ പഴയ പാർട്ട് നമ്പറിലാണെങ്കിലും ഇപ്പോഴത്തെ കൂളന്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ ചില സാധനങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാവും.
ERP-യിൽ അതിന് ലിങ്കുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇട്ടേക്കുന്ന പാർട്ട് നമ്പർ പഴയതാണെങ്കിലും ഇപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്ട് നമ്പറിലേക്ക് അത് റീച്ച് ചെയ്യും. ആ പുതിയ പാർട്ട് നമ്പർ കൊടുത്ത് തന്നെ ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ERP-യിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അവൈലബിൾ ഇനി ഉപയോഗിക്കാത്ത എത്ര കാര്യങ്ങളുണ്ടോ അത് മാത്രമാണ് നമ്മൾ ഈ ഡീറ്റെയിൽസിൽ നിന്ന് എടുത്ത് നമ്മൾ ഇത് ചെയ്യുള്ളൂ. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ക്രീൻ എന്ന് പറയുന്നത് സെയിലല്ല, ഓപ്പണിംഗ് ആണ്. അതായത് നമ്മൾ MCP ഓപ്പണിംഗ് MCP എന്നാണ് ആ സ്ക്രീന് കൊടുത്തേക്കുന്നത്. ഓപ്പണിംഗ് MCP എടുക്കുക നിങ്ങൾ. എന്നിട്ട് ഈ നിങ്ങൾ കണ്ട ഡിഫറൻസിൽ എത്ര എണ്ണം നിലനിൽക്കുന്നുണ്ട് അത് മാത്രം ഇട്ട് കൊടുക്കുക ചെയ്യുക. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇതാണ് ഞാൻ എടുത്ത പാക്കേജെങ്കിൽ, ഇത് ഫില്ലല്ല, സോറി. ഇവിടെ ലേബർ ഉണ്ട്, അതിനകത്ത് പാർട്സ് ഉണ്ടാവില്ല. ഇപ്പം ലേബർ ഇതിൻ്റെ അകത്ത് ഇവിടെ ഇത് 2 ലേബർ ഇതാണ്. ഇപ്പം നിങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്വാണ്ടിറ്റി ഇപ്പോൾ ഇവിടെ ഇതെല്ലാം അവൈലബിൾ ആണ്. യൂണിറ്റ് റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. യൂണിറ്റ് റേറ്റ് അവിടെ നോക്കുക. ഞാനിവിടെ ബോക്സ് ആയിട്ട് ഒരു എമൗണ്ട് കൊടുത്തതാണ് വെറുതെ. ഇതിൻ്റെ എമൗണ്ട് ഇതാണ്, ഞാനിത് വെറുതെ കൊടുത്തേക്കുന്നു. ഇവിടെ ചിന്തിക്കുക, ഇവിടെ ഒരെണ്ണം അവൈലബിൾ ഉണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കുക, ഒരെണ്ണത്തിൻ്റെ വില കൊടുക്കുക. ആ ഒരെണ്ണം ഇനി വില അവൈലബിൾ ആവുള്ളൂ. ഇവിടെ ഇല്ലെങ്കിൽ നമ്മളത് കൊടുത്തേക്കുക. നമുക്ക് വേണ്ടത് മാത്രം ഫില്ല് ചെയ്യുക. എന്നിട്ട് ആവശ്യമില്ലാത്ത നമ്മൾ ഡിലീറ്റ് ഇൻവാലിഡ് റോസ് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇനി നമുക്ക് ആ MCP-യിൽ അയാൾക്ക് അവൈൽ ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ളത് മാത്രം ഇതിനെ നിലനിർത്തി നമ്മൾ സേവ് ചെയ്താൽ മതി. ഞാൻ MCP ഒന്നോടെ ഒന്ന് റീവൈൻഡ് ചെയ്ത് പറയാം. ഫ്രഷ് ആയിട്ടാണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ MCP സെയിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. വാല്യൂ ആഡഡ് സർവീസിലാണ് ഞാനിവിടെയാണ് എടുത്തത്. ട്രാൻസാക്ഷൻ ഓട്ടോ DMS സർവീസിൽ വാല്യൂ ആഡഡ് സർവീസിലാണ് എടുത്തത്. പുതിയൊരു സെയിൽ ഫ്രഷ് ആയിട്ടാണെങ്കിൽ പ്രീപെയ്ഡ് സർവീസ് കോൺട്രാക്ട് സെയിൽ എടുക്കുക. നിങ്ങൾ അവിടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. ഇൻ കേസ് ആ ഡീറ്റെയിൽസ് അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആ കോമ്പിനേഷനിലുള്ളത് ഒരെണ്ണം ചെയ്തിട്ടുണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽസ് എടുത്താൽ ഞങ്ങൾ ചെയ്തു തരും. വാട്സാപ്പിൽ ഇടുക, നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ട് MCP മിസ്സിംഗ് പറയുക. അല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് കണ്ടിന്യൂ ചെയ്ത് പോവുക. കൃത്യമായിട്ട് സ്പെയർ ലേബർ ടാഗ് ചെയ്ത് പോവുക. ഇനി അതിനുശേഷം ഇനി അടുത്ത രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉപയോഗിച്ചത് നമ്മൾ ERP വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ബ്രാഞ്ചിൽ നിന്നോ മറ്റു ബ്രാഞ്ചിൽ നിന്നോ എടുത്തേക്കുന്ന ഒരു MCP ആയിട്ടാണ് കസ്റ്റമർ വരുന്നതെങ്കിൽ അയാൾക്ക് എത്ര അവൈൽ ചെയ്യാൻ പറ്റുമോ അത് മാത്രം നമ്മൾ ഓപ്പണിംഗ് MCP പോയി നമ്മൾ ഡീറ്റെയിൽസ് കണ്ട് ടാഗ് ചെയ്ത് കൊടുക്കും. അതെടുക്കുന്ന സ്ക്രീനുകൾ ഞാൻ കാണിച്ചു തന്നിരുന്നു. നമ്മൾ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ PC ടൈപ്പ് ടാഗ് ചെയ്യുമ്പോൾ ലേബർ വരും. നമ്മളതെല്ലാം ലേബർ സ്പെയറും പുള്ളിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മാത്രം നിലനിർത്തും. അതിന് എത്രയാണ് കിട്ടും എന്നുള്ളതും അതിൻ്റെ എമൗണ്ട് കാണിച്ചേക്കുന്നതെല്ലാം ചെയ്ത് ബാക്കിയുള്ളതിനെ ഇൻവാലിഡ് ആയതിനെ റിമൂവ് ചെയ്ത് നമ്മൾ സേവ് ചെയ്യും. അപ്പം ചെയ്യുക. MCP എപ്പോഴും ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്യൂ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കിട്ടാതെ വരാറുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇനി MCPയുടെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു MCP ഉള്ള ഒരു ഇൻവോയ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ഒരു കാര്യമാണ് MCP ഇൻവോയ്സ്.
അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എം സി പി ഉള്ള ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീ ഇൻവോയ്സ് കൊടുക്കുമ്പം എം സി പിയുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഉണ്ട്. അത് നമുക്ക് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഡിഡക്ഷൻസിൽ ഞാൻ ചാർജസ് ആൻഡ് ഡിഡക്ഷൻസ് കാണിച്ചു തന്നിരുന്നു. അവിടെ എം സി പി ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നിരുന്നു. ഒന്നോടെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. പ്രീ ഇൻവോയ്സിൽ എം സി പിക്ക് ഒരു എമൗണ്ട് കൊടുക്കേണ്ട സ്ഥലമുണ്ട്. എം സി പിക്ക് നമുക്കൊരു ഡിസ്കൗണ്ട് ഉണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രീ ഇൻവോയ്സിൽ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളത് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ചാർജസ് ആൻഡ് ഡിഡക്ഷൻസ് ആണ്. ഇത് പ്രീ ഇൻവോയ്സിന്റെ സ്ക്രീനാണ്. നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഫർണിഷ് ചെയ്ത് കഴിയുമ്പോൾ ഡിഡക്ഷൻസിൽ കൊടുക്കുക. അത് എം സി പി അക്കൗണ്ട്, എം സി പി അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആ വരുന്ന എമൗണ്ട് എത്രയാണോ കൊടുത്തു കഴിയുമ്പോഴാണ് ബില്ല് ടാലി ആവുകയുള്ളൂ. അപ്പോൾ അത് കൊടുക്കേണ്ട രീതി ഇവിടെയാണ്. ഇനി എം സി പി സംബന്ധിച്ച് അടുത്ത കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എം സി പിക്ക് നമ്മൾ എം സി പി ഉള്ള പാർട്സ് ഓഫ് ലേബറും ഒക്കെ നമ്മൾ ചെയ്ത് ഇൻവോയ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു ടാക്സ് ഇൻവോയ്സ് ചെയ്യാനുണ്ട്. എം സി പി ടാക്സ് ഇൻവോയ്സ് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ അതിനും കൃത്യമായിട്ടുള്ള എമൗണ്ട് ഡി എം എസിന്റെ എം സി പിയും അതുപോലെ പി എസ് സിയും തമ്മിൽ ചേരാൻ സാധ്യതയില്ല. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വലിയധികം ബോധർ ചെയ്യേണ്ട. പി എസ് സി ടാക്സ് ഇൻവോയ്സ് ഉണ്ട്. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സ്ക്രീൻ. പി എസ് സി ടാക്സ് ഇൻവോയ്സ് ചെയ്യുക. ഏതെങ്കിലും ഒരു എം സി പി അതിനകത്തുണ്ടെങ്കിൽ, എം സി പി ഉള്ള ഒരു ഐറ്റം നിങ്ങൾ ഉള്ള ഒരു ഇൻവോയ്സ് ആണ് നടത്തിയതെങ്കിൽ അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വരും. നിങ്ങൾക്ക് മിക്കവാറും ലൈവിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു നിങ്ങൾ ഇൻവോയ്സിലേക്ക് വരുമ്പോൾ എം സി പി ഉള്ള അല്ലെങ്കിൽ പി എസ് സി ഉള്ള ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അവിടെ ഒരു മെസ്സേജ് വരും. എന്ത് പി എസ് സി ടാക്സ് ഇൻവോയ്സും കൂടെ ചെയ്യണമെന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നു പോകും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് പി എസ് സി ടാക്സ് ഇൻവോയ്സ്. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ടാക്സ് ഇൻവോയ്സ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഡി എം എസിലെ ബിൽ നമ്പർ ഡീറ്റെയിൽസും കാണിക്കണം. ബാക്കിയെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതനുസരിച്ച് ലിസ്റ്റ് ചെയ്ത് ഫില്ലായിക്കോളും. ഇപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം എം സി പി പി എസ് സി ഉള്ളെങ്കിൽ ആ ഡീറ്റെയിൽസ് വരും. നമ്മൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് എം സി പി ഇൻവോയ്സ് ഡി എം എസ് ചെയ്യുന്നതിനൊപ്പം പി എസ് സി ഉള്ള ഇൻവോയ്സ് ഇ ആർ പി ചെയ്തതിന് ശേഷം പി എസ് സി ടാക്സ് ഇൻവോയ്സ് ചെയ്യണം. ഓക്കെ. ഇനി ഇതിൻ്റെ വേറെ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് എക്സ്റ്റൻഡഡ് വാറണ്ടി. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾ ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എം സി പി ഉണ്ടെങ്കിൽ അത് ഇവിടെ ഫർണിഷ്ഡ്, പി എസ് സി എന്ന് പറയുന്ന ടാബിൽ ഫർണിഷ്ഡ് ആണോ, അതുപോലെ തന്നെ എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ടെങ്കിൽ ഇവിടുത്തെ വാറണ്ടി ടാബിൽ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റൻഡഡ് വാറണ്ടിയാണ് ഇനി അടുത്ത ഒരു കാര്യം പറയാൻ പോകുന്നത്. ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി സെയിൽ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ പി എസ് സി സെയിൽ എന്ന് പറയുന്ന പോലെ തന്നെ എക്സ്റ്റൻഡഡ് വാറണ്ടി സെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഡി എം എസ് ചെയ്തിട്ടുണ്ട്, അവിടെ അത് ചെയ്യുന്ന പോലെ തന്നെ ഇ ആർ പിയിൽ ചെയ്യേണ്ടതാണ് ഓപ്പണിംഗ് എക്സ്റ്റൻഡഡ് വാറണ്ടി സെയിൽ. ഓക്കെ. ഈ സ്ക്രീൻ എടുത്ത് നിങ്ങളെ ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി സെയിൽ ചെയ്താൽ ഇതും ഈക്വലൻ്റ്ലി ഇവിടെ അത് ഫർണിഷ് ചെയ്യാനുണ്ട്. അതിനധികം വലിയ കാര്യങ്ങളൊന്നുമില്ല, ഡീറ്റെയിൽസ് മാത്രം കൊടുത്ത് ചെയ്യാൻ പറ്റും. ചേസസ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് സെയിൽ ഇവിടെ വരും. ചില ഘട്ടങ്ങളിൽ ചില എററുകൾ വരാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നമ്മുടെ ഇ ആർ പി നമ്മുടെ സെയിൽ ലൊക്കേഷൻസിൽ, നമ്മുടെ ഷോറൂമുകളിലെല്ലാം ആക്റ്റീവാണ്. അവിടെ ഡി എം എസിൽ ഇൻവോയ്സ് ചെയ്യുന്ന ദിവസമല്ല ഇ ആർ പിയിൽ ഇൻവോയ്സ് ചെയ്യുന്നെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം ഇത് തമ്മിൽ തെറ്റും. നമ്മളെപ്പോഴും ഡി എം എസിൽ എന്താണ് സോൾഡ് ഡേറ്റ് കിടക്കുന്നത് അത് വെഹിക്കിളിൽ കറക്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ അതിൽ സോൾഡ് ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും.
ഇല്ലെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് എടുക്കുക, സോൾഡ് ഡേറ്റ് മാറ്റാം. എന്നിട്ട് ഈ DMS എന്താണ് സോൾഡ് ഡേറ്റ് കിടക്കുന്നത് അത് തന്നെ ERP കൊണ്ടുവരണം. ഇല്ലെങ്കിൽ വാറണ്ടി, എക്സ്റ്റൻഡഡ് വാറണ്ടി, MCP കാര്യങ്ങളിലൊക്കെ ഭയങ്കര തെറ്റുകൾ വരും, തമ്മിൽ യോജിക്കാത്ത പ്രശ്നങ്ങൾ വരും. അവസാനം അത് ഭയങ്കര കുളമാകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സോൾഡ് ഡേറ്റ് രണ്ടിലും ഒരുപോലെയാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ DMS സോൾഡ് ഡേറ്റിലേക്കാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഷോറൂമുകളിൽ അവർ DMS ബില്ല് ചെയ്യുന്നത് ERP ബില്ല് ചെയ്യുന്ന ഓരോ ദിവസമായെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. അല്ലാത്ത പക്ഷം അതിനകത്ത് വരാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങളിവിടെ ഡേറ്റ് ഓഫ് സെയിൽ കറക്റ്റ് ഉണ്ടോ നോക്കുക. ഓഡോമെട്രി റീഡിങ്, എക്സ്റ്റൻഡഡ് വാറണ്ടി, ഇതിനനുസരിച്ച് ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ് വന്നോളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട വരികയല്ല, മിക്കവാറും വന്നോളൂ. ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വെഹിക്കിളിലെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സോൾഡ് ഡേറ്റിനെയും നിങ്ങൾ കൊടുക്കുന്ന ഓഡോമെട്രി റീഡിങ്ങിനെയും ബന്ധപ്പെട്ടാണ് വരുന്നത്. എക്സ്റ്റൻഡഡ് വാറണ്ടി എന്ന് പറയുന്നത് വാറണ്ടിക്ക് ശേഷം ആക്റ്റീവായിട്ടേ വരുള്ളൂ. അപ്പോൾ വാറണ്ടി നോർമൽ കേസിൽ 2 വർഷം അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ, ഇതിലേത് ആദ്യം കഴിയുന്നു അതിനുശേഷം വാറണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്റ്റൻഡഡ് വാറണ്ടി ആക്റ്റീവായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി സെയിൽ ആണെങ്കിലും ഇത് ഫ്രഷ് ആയൊരു സെയിലാണ്. ഇതല്ലാതെ തന്നെ ഓൾറെഡി എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ട്, പക്ഷേ ERP അത് കൃത്യമായിട്ട് മാർക്കായിട്ടില്ലെങ്കിൽ നമ്മളത് ചെയ്യേണ്ടത് ഓപ്പണിംഗ് എക്സ്റ്റൻഡഡ് വാറണ്ടി സെയിൽസ് എന്ന് പറഞ്ഞ സ്ക്രീനിലാണ്. സ്ക്രീന് അതിൽ വന്ന് ഇതുപോലെ തന്നെ മുമ്പ് കാണിച്ച പോലെ തന്നെയാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ആണ്. മുമ്പേത് സെയിലാണ്, എക്സ്റ്റൻഡഡ് വാറണ്ടി സെയിലായിരുന്നു. പക്ഷേ ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്റ്റൻഡഡ് വാറണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മളിവിടെ ERP സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനൊരു അക്കൗണ്ട്സ് എഫക്റ്റ് ഇല്ല. നേരത്തെ പറഞ്ഞു കഴിഞ്ഞായിരുന്നെങ്കിൽ ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി സെയിലാണെങ്കിൽ അതിനൊരു അക്കൗണ്ട്സ് ബുക്കിലേക്ക് ഒരു എഫക്റ്റ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇവിടെ അക്കൗണ്ട്സ് ബുക്ക് എഫക്റ്റ് അല്ല. അവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ അതോ ഇതിലേക്ക് ഫർണിഷ് ചെയ്യണം. നമുക്കൊരു ഇഷ്യൂ ചെയ്യണം, എക്സ്റ്റൻഡഡ് വാറണ്ടി ആയിട്ട് ഒരു ഐറ്റം ഇഷ്യൂ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എക്സ്റ്റൻഡഡ് വാറണ്ടി ഡീറ്റെയിൽസ് കൃത്യമാകണം. അപ്പം ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്, ERP വരുന്നതിന് മുമ്പ് തന്നെ ഓപ്പൺ ചെയ്ത് പോയ ഒരു MCP അല്ല എക്സ്റ്റൻഡഡ് വാറണ്ടി ആണെങ്കിൽ നമ്മൾ അതിന് ഈ ERP അതുപോലെ ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇതിൽ ചെയ്യുക. ഇനി എക്സ്റ്റൻഡഡ് വാറണ്ടിയിലും MCP ഇൻവോയ്സ് പോലെ തന്നെ ഇതുപോലെ തന്നെ എക്സ്റ്റൻഡഡ് വാറണ്ടി സെയിൽസ് ഇൻവോയ്സ് ഉണ്ടായിരുന്നു. ഞാനത് ജസ്റ്റ് ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല, നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. എക്സ്റ്റൻഡഡ് വാറണ്ടി സെയിൽസ്, എക്സ്റ്റൻഡഡ് വാറണ്ടി ടാക്സ് ഇൻവോയ്സ് ഉണ്ട്. അത് ഇപ്പോൾ കണ്ടില്ല, ഞാനത് ഇതിൽ ലൈവിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് അതിനും ഇതുപോലെ തന്നെ ഒരു മെസ്സേജ് ബോക്സ് വരും നിങ്ങളെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. നിങ്ങൾ ആ സ്ക്രീൻ എടുത്ത് ചെയ്താൽ മതിയാവും. എനിക്കൊരു ഡൗട്ടുണ്ട്, ഞാനത് ചെക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ പറയാം. ഇനിയുള്ള കാര്യങ്ങളിൽ ഇനി ജനറിക് ആയിട്ടുള്ളൊരു ഇനി വാറണ്ടി, 3 തരത്തിലുള്ള വാറണ്ടി നമുക്ക് എടുക്കുന്നത് ക്ലെയിംസ് ഈ സ്ക്രീനിലാണ്. അതായത് ട്രാൻസാക്ഷൻസിൽ, ക്ലെയിംസ് ഇതിൽ വരുന്ന 3 വാറണ്ടികൾ വരും. 1 റീകോൾ വാറണ്ടി, 2 നോർമൽ വാറണ്ടി, 3 ഗുഡ്വിൽ വാറണ്ടി. ഈ 3 വാറണ്ടികളും ഫർണിഷ് ചെയ്യാനുള്ളത് ഇവിടെയാണ്.
നമ്മൾ ഏത് മാസം തൊട്ടുള്ളതാണെന്നുള്ളത് നമ്മളിവിടെ ചെക്ക് ചെയ്യും. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ അത് ലിസ്റ്റ് ചെയ്ത് വരും. അത് സപ്ലയർ മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് DDL അക്കൗണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മൾ ടെസ്റ്റ് ഇതിൽ ഒന്നും കിടപ്പില്ല. അപ്പം വാറണ്ടി പ്രൈസ് ലിസ്റ്റും ഈ സ്ക്രീനിലാണ് നിങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരുന്നത്. അതിന് വേറെ മീറ്റിംഗ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ സ്ക്രീനാണ് ക്ലെയിംസിലെ ക്ലെയിം സ്ക്രീൻ. ട്രാൻസാക്ഷൻസിൽ, ഓട്ടോ DMSൽ, സർവീസിൽ, ക്ലെയിംസിൽ, ക്ലെയിംസ് ഇതാണ്. ഇതിൻ്റെ മേളിലേക്കുള്ളതൊന്നും നോക്കണ്ട. ഇതിലാണ് 3 വാറണ്ടികളുടെ ഡീറ്റെയിൽസ് വരുന്നത്. ഇതിവിടെ വരുന്നതിൽ ക്ലെയിംസ് നമ്മൾ സേവ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻവോയ്സ് ചെയ്യും. അതുപോലെ തന്നെ റിജക്ഷൻ ചെയ്യും. ഈ 3 സ്ക്രീനുകളുണ്ട്. അത് നിങ്ങൾ ലേറ്റർ സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ക്ലെയിംസിനെ കുറിച്ച് പറയും. ഇവിടെ ഈ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഈ സ്ക്രീനാണ് ഞാൻ പറഞ്ഞത്. ക്ലെയിംസ് ആദ്യത്തെ സ്റ്റേജ് ചെയ്ത് ഈ ക്ലെയിമുകളെല്ലാം നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്യും. അതിനുശേഷം രണ്ടാമത്തെ സ്ക്രീൻ വരുന്നത് ഇതിൻ്റെ ഇപ്പോൾ ചെയ്ത ക്ലെയിമുകളുടെ ഇൻവോയ്സ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ മുമ്പ് ആദ്യം ചെയ്ത ക്ലെയിമുകളിൽ ഏതെങ്കിലും റിജക്ഷൻ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ സ്ക്രീനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാനൊരു പഴയ ക്ലെയിം സ്ക്രീൻ എടുത്ത് കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പഴയ ക്ലെയിം സ്ക്രീനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ക്ലെയിം സ്ക്രീൻ ഫിൽ അയക്കുന്നത് ട്രിവാൻഡ്രത്തിൻ്റെ കീഴിലുള്ള ക്ലെയിമുകളാണ് എടുത്തേക്കുന്നത്. ഒരു ക്ലെയിം ഇതിലെ ലേബർ ഡീറ്റെയിൽസ് പാർട്സിലെ ലേബർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് ലേബർ ഡീറ്റെയിൽസ് മാത്രമാണ് ഇട്ടേക്കുന്നത്. ഒരു റീകോൾ ക്ലെയിം ആണ്. റീകോൾ ക്ലെയിം ഇൻവോയ്സ് ചെയ്തേക്കുന്ന ക്ലെയിം ചെയ്തേക്കുന്നതാണ് ഇത്. നമ്മൾ വൺസ് ഈ ക്ലെയിം സേവ് ചെയ്തു. ഇനി അതിന് സാധാരണഗതിയിൽ നെക്സ്റ്റ് വരാൻ പോകുന്നത് ഒരു ഇൻവോയ്സ് ആണ്. ഞാനൊരു ക്ലെയിം ഇൻവോയ്സ് അനുസരിച്ച് കാണിക്കാം. ചെയ്തിട്ടില്ല. ക്ലെയിമിൻ്റെ സ്ക്രീൻ ഇതാണ് വരുന്നത്. ഈ 3 സ്ക്രീനുകളിലാണ് ക്ലെയിം വരുന്നത്. നിങ്ങളുടെ ബ്രാഞ്ചിലേക്ക് ക്ലെയിം വാറണ്ടി കോർഡിനേറ്ററിന് എന്തെങ്കിലും അതിനുള്ള ഒരു ട്രെയിനിങ്ങോ ഒക്കെ ശേഷം കിട്ടിയേക്കും. അപ്പോൾ അത് വിട്ടുകളയാം. ഇനി അതുപോലെ തന്നെ ബോഡി ഷോപ്പിൻ്റെ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ എങ്ങനെയാണ് എൻട്രി, സെയിലിൽ റിട്ടേൺ സ്ക്രീനും കാണിച്ചു തരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നോർമലായിട്ടുള്ള വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ജോബ് കാർഡ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവാണ്. ഒരു ഫ്രീ ജോബ് കാർഡ്.
നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഞാൻ മുറിഞ്ഞാണ് പലതും പഠിപ്പിച്ചു പോയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഹലോ,
ഇപ്പൊ ഏകദേശം ഒരു സെക്കൻഡ് സർവീസിന്റെ ഓപ്പറേഷൻസ് ആണ് ഞാൻ ജോബ് കാർഡ് ഓപ്പൺ ചെയ്ത് ഇൻവോയ്സ് വരെ ചെയ്തത്. അത് സ്പെയർ ഇല്ലായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്തു വന്നത്. സ്പെയർ ഉണ്ടെങ്കിൽ അതിന്റെ കുറെ ആക്ടിവിറ്റിയും കൂടെ വന്നേനെ. ഞാൻ ജസ്റ്റ് ഏകദേശം ഒരു ജോബ് കാർഡ് ഓപ്പണിംഗ് മുതൽ ഇൻവോയ്സിങ്ങും അതിനുശേഷമുള്ള 1-2 ക്ലെയിമുകൾക്ക് അടക്കം PSC, MCP, അതുപോലെ എക്സ്റ്റൻഡഡ് വാറണ്ടി കാര്യങ്ങളെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ റെയർ ആയിട്ട് വരുന്ന ചില കാര്യങ്ങൾ അതൊക്കെ മുമ്പോട്ട് ഉപയോഗിച്ച് വരുമ്പോൾ കാണാം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ 1-ാം തീയതി ലൈവ് പോകുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അതിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പം നിങ്ങളിത് ചെയ്തു നോക്കുക. നമ്മുടെ മെഷീൻ അപ്ഗ്രേഡേഷൻ അതുപോലെ തന്നെ വിങ്സിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ ഒക്കെ ഇതിന്റെ കൂടെ പാരലായിട്ട് നടന്നു വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലൊക്കേഷനിലെല്ലാം തന്നെ മെഷീനുകളിൽ ഉടനെ ആവും. അപ്പം നിങ്ങൾ ചെയ്തു നോക്കുക. അടുത്ത ദിവസം സ്പെയറിന്റെ ട്രെയിനിങ് ആണുള്ളത് ഇതേ സമയത്ത് 11 തൊട്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് പർച്ചേസ്, STA ഇൻ, STA ഔട്ട്, അതുപോലെയുള്ള കൗണ്ടർ സെയിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പം നിങ്ങൾ സ്പെയറിൽ നിന്നുള്ളവർ നാളെ ഒരു ഡെമോ പർച്ചേസ് ഒക്കെ ഇടുക. അപ്പം ജോബ് കാർഡിൽ ഇഷ്യൂ ചെയ്യാനുള്ള സ്പെയർ ഒക്കെ അപ്പം നിങ്ങൾ ചെയ്യുന്ന ഡെമോയിൽ നിന്ന് ഈ ടെസ്റ്റ് ചെയ്യുന്നവർക്ക് കിട്ടും. അപ്പം നിങ്ങളുടെ ബ്രാഞ്ചിൽ ഇതൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും എല്ലാം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ. അതൊക്കെ ലോഗിൻ ചെയ്ത് നോക്കുക. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകളും അതുപോലെ കാര്യങ്ങളൊക്കെ വരും. ഇതെല്ലാം തന്നെ ചെറിയ ഡൗട്ടുകളും കൊണ്ട് ഇരിക്കാതിരിക്കുക. കാര്യം നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. ഇതിങ്ങനെയാണോ അങ്ങനെയാണോ ഇതിൽ ശരിയാണോ എന്നൊക്കെ വിചാരിച്ചിരിക്കാതിരിക്കുക. ഇതെല്ലാം നന്നായിട്ട് പോകുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് വന്നേക്കുന്നത്. ഇപ്പം 3 ക്ലസ്റ്ററുകൾ കഴിഞ്ഞാണ് ഇപ്പം 4ാമത് തൃശ്ശൂരേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ ചിന്തിച്ചോ, ഇവിടെ ഉള്ളവരെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഇത് ലൈവായിട്ട് പോകുന്നുണ്ട്. ഇഷ്യൂസ് ചില സമയത്ത് റൈസ് ആവുന്നുണ്ട്, ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടോ? രഞ്ജു, ഇന്ന് മുതലേ നമ്മള് യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പൊ ആ ഡൗട്ട്സുകൾ ഒരുപാട് വരും. തീർച്ചയായിട്ടും വരും. അപ്പം നിങ്ങൾ ജസ്റ്റ് മിനിമം കാര്യങ്ങളിൽ കൂടെ ഞാൻ പറഞ്ഞു. ആദ്യം നിങ്ങൾ തുടങ്ങുമ്പം ഒരു ഫ്രീ സർവീസ് വല്ലതും ഇപ്പം ഞാൻ ചെയ്ത പോലെ ചെയ്തു നോക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലോ ഏകദേശം പിടികിട്ടും. ആ ഫ്ലോ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ സ്പെയറും ഒക്കെ എടുത്ത് കൂടുതൽ സ്പെയർ ഒക്കെ എടുത്ത് ട്രൈ ചെയ്താൽ മതിയാവും. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുമെങ്കിലും നിങ്ങളത് പരിചയിച്ചു വരും. ഏത് സിസ്റ്റം ആദ്യം നിങ്ങൾ ബുദ്ധിമുട്ടായിട്ട് തന്നെ ചിന്തിക്കും, ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് അതിൻ്റെ മെത്തേഡുകൾ പിടികിട്ടുമ്പോൾ നിങ്ങളതിൽ കൃത്യമായിട്ട് ഇൻവോൾവ് ആയി മുമ്പോട്ട് പോകും. അപ്പോൾ ശരി, അപ്പോൾ താങ്ക് യു. താങ്ക് യു.